ചെട്ടികുളങ്ങര ഭഗവതിയുടെ ഏഴാം കരയായ പേള കുതിരയുടെ ചുവട്ടിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഈ വർഷത്തെ കുംഭഭരണി വിശേഷത്തിനെ പറ്റി, കുതിരയുടെ നിർമ്മാണത്തിനെ പറ്റിയുള്ള വിശേഷങ്ങൾ പ്രസിഡൻ്റായ മുരളീധരൻ, സെക്രട്ടറിയായ മുരളീകുമാർ വിശേഷങ്ങൾ നമ്മളോട് പങ്കുവെക്കുന്നതാണ്. ചെട്ടികുളങ്ങര കുംഭഭരണിയോടനുബന്ധിച്ച് 13 കരയിലെ കെട്ടുകാഴ്ചകളാണ് ചെട്ടികുളങ്ങര അമ്പലത്തിൽ കുംഭഭരണിക്ക് നിരക്കുന്നത്. അതിൽ 7ാമത്തെ കരയാണ് പേളകരയോഗം. പേളകരയുടെ കുതിര കെട്ടുന്നത് പനച്ചമൂട് ടവറിൻ്റെ വെച്ചാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇന്നലെ കുതിരയുടെ 3 ഭാഗം കഴിഞ്ഞു. അടുത്ത ഭാഗം ഇന്ന് കയറ്റും. 5 ഭാഗമായിട്ടാണ് കുതിരയുടെ നിർമ്മാണം നടക്കുന്നത്. ചട്ടക്കൂട്, കതിരുകാല്, എടക്കുടാരം, പ്രവട, മേക്കുടാരം, ഇങ്ങനെയുള്ള 5 നിലയിലാണ്, 5 രീതിയിലാണ് ഇതിൻ്റെ നിർമ്മാണം പൂർത്തിയാകുന്നത്. പൂർത്തിയാക്കിയിട്ട് കുംഭഭരണി നാളിൽ 4 മണിക്ക് ഇവിടെ നിന്ന് പിടിച്ച് ദേവീക്ഷേത്രത്തിലേക്ക് എത്തിക്കും. അതായത് 13 കരയിൽ 7ാമത്തെ കരയാണ് ഈ പേളകരയോഗം എന്ന് പറയുന്നത്. ഈ വർഷം എന്തൊക്കെ പുതുമയാണ് നമ്മുടെ കെട്ടുകാഴ്ചയ്ക്ക് വേണ്ടി വരുത്തിയിരിക്കുന്നത്? ഈ വർഷം പ്രത്യേകിച്ച് പുതുമകളൊന്നുമില്ല. കാലാകാലങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളനുസരിച്ച് എന്തെങ്കിലും കേടായുണ്ടെങ്കിൽ അത് പുതുക്കി പഴയ രീതിയിൽ തന്നെ പണിക്കൊണ്ട് പോകാൻ യാതൊരു മാറ്റവുമില്ല. മാറ്റം സംഭവിക്കത്തുമില്ല, മാറ്റങ്ങൾ സംഭവിക്കാൻ അനുവദിക്കത്തില്ല. അതിന് ചില കണക്കുകളും ക്രമങ്ങളും ഉണ്ട്, അത് തെറ്റിക്കാൻ പാടില്ല. അതുകൊണ്ട് പണ്ട് പുരാതന കാലം കൊണ്ട് ആ രീതിയിൽ തന്നെയാണ് കുതിര പോകുന്നത്. ഏതെങ്കിലും പാർട്സ് ചീത്തയായാലും അത് പുതിയതുണ്ടാക്കും, അതുള്ള വ്യത്യാസങ്ങളൊന്നുമില്ല. മനോഹരമായ പേളാക്കരയുടെ കുതിരച്ചോട്ടിൽ നിന്നാണ് സംസാരിച്ചത്. നന്ദി, നമസ്കാരം.